കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഹെൽത്ത് കാർഡിന് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പ് മാർച്ച് 24-ന് ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ 4 മണി വരെ ഉളിക്കൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ ഉളിക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതോടൊപ്പം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഹോട്ടൽ വ്യവസായത്തെ അവശ്യ സർവീസായി പരിഗണിച്ചുകൊണ്ട് വാണിജ്യ ഗ്യാസ് ലഭിക്കുന്നതിന് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഉളിക്കൽ യൂണിറ്റ് പ്രസിഡന്റുമായ ബാബുരാജ് ഉളിക്കൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് ഉളിക്കൽ, സെക്രട്ടറി രാജീവൻ ABC, നിഖിൽ ബീൻസ്, വർക്കിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റ് അശ്വിനി TR, ഭാരവാഹികളായ യൂനസ് രുചിക്കൂട്ട്, മുരളി കോക്കാട്, ജിനീഷ് റെഡ് ചില്ലി എന്നിവർ പങ്കെടുത്തു. നമ്മളെ ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ മെഡിക്കൽ ക്യാമ്പും കൂടി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 30 ആകുമ്പോൾ പുതിയ ലൈസൻസ് എടുക്കേണ്ടതും ആ സമയത്ത് ഈ രജിസ്ട്രേഷൻ പുതുക്കി എല്ലാവർക്കും ഇല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ കർശനമായ പരിശോധന നടക്കുന്നതുകൊണ്ട് ഈ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും മാർച്ച് 30 മുമ്പ് നടത്തണം എന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് 24 നമ്മളെ കഴിഞ്ഞ വർഷം വെച്ച പോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് ഉളിക്കൽ KHRയുടെ ഓഫീസ് പരിസരത്ത് വെച്ച്, അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്, അവിടെ വെച്ച് തന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ആസ്പത്രികളിലൊക്കെ പോയി ചെയ്യുവാണെങ്കിൽ ഏകദേശം 1000 രൂപയ്ക്ക് മുകളിലുള്ള പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ആയതുകൊണ്ടാണ് നമ്മൾ 400 രൂപയ്ക്ക് എല്ലാവിധ ടെസ്റ്റുകളും നടത്തി മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് ഹെൽത്ത് കാർഡ് ഈ പ്രദേശത്ത് ആവശ്യമുള്ള ഏത് പ്രദേശത്ത് നിന്ന് ആളുകൾ വന്നാലും അവർക്ക് കൊടുക്കാൻ പറ്റത്തക്ക രീതിയിൽ രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഡോക്ടർമാരുൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തെ കൊണ്ടുവന്ന് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഏർപ്പാടുകളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്, സംവിധാനങ്ങളൊക്കെ നടന്നു വരുന്നു. പക്ഷെ ഞങ്ങൾ ഹോട്ടൽ വ്യവസായത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവേ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇരിട്ടിയിലൊക്കെ ആണെങ്കിൽ പോലും വൈകുന്നേരമായി കഴിഞ്ഞാൽ യാതൊരു മാനദണ്ഡവും ഇല്ലാത്ത രീതിയിലുള്ള തട്ടുകടകൾ വ്യാപകമായ തോതിൽ തുടങ്ങുകയാണ്. ഒരു പരിശോധനയും അവർക്ക് ആവശ്യമില്ല. ഏത് വെള്ളം കോരിക്കൊണ്ട് വന്നാലും, ഏത് തരത്തിലുള്ള ഭക്ഷണം ഏത് പൊടി മാലിന്യം നിറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയാലും അതൊന്നും യാതൊരു പരിശോധനയും കൂടാതെ വാടക കൊടുക്കണ്ട, അവർക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണ്ട, അങ്ങനെ ഒരു നിബന്ധനയും ഇല്ലാതെ വ്യാപകമായ തോതിൽ കൂണുപോലെ തട്ടുകടകൾ മുളച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ ഈ വ്യവസായം തന്നെ നടത്തിക്കൊണ്ടു പോകാൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്യാസിൻ്റെ ലഭ്യത ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഹോട്ടലുകളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി പലതരത്തിലുള്ള നിവേദനങ്ങൾ കൊടുത്തു, മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് നമ്മളെ ആശുപത്രി പോലെ തന്നെ ഹോട്ടൽ വ്യവസായത്തെയും അവശ്യ സർവീസായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്യാസ് മുൻഗണനാ ലിസ്റ്റിൽപ്പെടുത്തി ഹോട്ടലുകൾക്ക് ആവശ്യമായ തരത്തിൽ കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഹോട്ടൽ വ്യവസായത്തെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു അംഗങ്ങളല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു പാർട്ടിയോടും പ്രത്യേക ചായവില്ല. അതുകൊണ്ട് ഞങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രയാസം നേരിടുന്ന ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം. അത് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ആ കാര്യത്തിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുമായി നമ്മുടെ നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സൂചനാ സമരം എന്നുള്ള നിലയ്ക്ക് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന വ്യാപകമായി ഈ മാസം 23 കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധ സമരം നടത്താൻ വേണ്ടി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ജില്ലയിലും നടത്തുന്നുണ്ട്. ഏതായാലും ഈ അസോസിയേഷനിൽ പെട്ടിട്ടുള്ള എല്ലാ കടകളും 23 പ്രതിഷേധ സൂചകമായി ഒരു ദിവസത്തേക്ക് ഞങ്ങൾ അടച്ചിടും. ഗ്യാസിൻ്റെ ലഭ്യത കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ആളുകളെല്ലാം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിറകടുപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പല ആളുകൾക്കും അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സ്വകാര്യ ഗ്യാസുകളാണെങ്കിൽ പെര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ 1800-ഉം 1900-ഉം ഒക്കെ ഉണ്ടായിരുന്ന ഗ്യാസിന് 2800, 3000, 3500 ഒക്കെ തോന്നുന്ന പോലെ വാങ്ങുന്ന രീതിയിലേക്ക് സ്വകാര്യ ഗ്യാസും മാറിയിരിക്കുന്നു. അപ്പോൾ ആകെ പ്രതിസന്ധി തടഞ്ഞിട്ടുള്ള ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ഹോട്ടൽ
മുതലാളിമാർ മാത്രമല്ല, ഹോട്ടൽ നടത്തുന്നവർ മാത്രമല്ല, എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. ആ കുടുംബങ്ങളെല്ലാം പട്ടിണിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഗുരുതരമായി ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.